പ്രശ്നമുള്ളൂ. ഉമേഷ്, ദീർഘനാൾ അവരുടെ സമരത്തിലിരിക്കുകയാണ്. സമരം എനിക്ക് തോന്നുന്നു അതൊരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ആ സമരത്തിൻ്റെ രൂപം മാറിയത്. മുഖ്യമന്ത്രി ആ സമരത്തിൻ്റെ രൂപമാറ്റം അറിഞ്ഞുകൊണ്ട് തന്നെ 3 ദിവസത്തിനുള്ളിൽ സമരക്കാരെ കാണാം എന്നൊരു ഉറപ്പ് നൽകിയെന്നും അറിയാൻ കഴിയുന്നു. അത് ഇന്നത്തെ ആ സമരത്തിൻ്റെ വിജയം തന്നെയാണ്. ആ സമരപ്പന്തലിലെ ഈ രാത്രിയുടെ കാഴ്ച എന്താണ്? ഈ സമര ദിവസത്തിൻ്റെ വിജയമായി സമരക്കാർ കാണുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ? ഉമേഷ്. അഷ്മി, 256-ാം ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഈ സമരം, രാപ്പകൽ സമരം കടന്നു പോകുന്നത്. 256-ാം ദിവസം ക്ലിഫ് ഹൗസിന് മുന്നിൽ കണ്ട കാഴ്ച അത് സമാനതകളില്ലാത്ത ഒരു സമരമായിരുന്നു. കാരണം നിരവധി മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകരുടെയും ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെയും അടക്കം സമരങ്ങൾ നമ്മൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ 7 മണിക്കൂറോളം നീണ്ടുനിന്ന സമരോർജ്ജം ഒട്ടും ചോരാതെ ഉണ്ടായിരുന്ന സമരം, ആ സമരത്തെ നേരിടാൻ പോലീസിൻ്റെതായ രീതിയിൽ ഒരുപക്ഷെ മുഖ്യധാര പ്രതിപക്ഷ പാർട്ടികൾ എങ്ങനെയാണോ അവരുടെ സമരത്തെ നേരിടുന്നത് സമാനമായ രീതികൾ അവിടെ പ്രയോഗിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഉറപ്പ് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള അവസരം ഒരുക്കി നൽകാമെന്നുള്ളതാണ്. അതിൻ്റെ ഡേറ്റോ സമയമോ ഇപ്പോഴും അറിയിച്ചിട്ടില്ല. രണ്ടാമത് 19 പേരെയാണ് പോലീസ് ബലം പ്രയോഗിച്ച് സമരസ്ഥലത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. എന്തായാലും അവരെ ഇപ്പോൾ വിട്ടയച്ചിട്ടുണ്ട്. എന്നാലും സമരസമിതി നേതാവ് സദാനന്ദൻ ചേരുന്നുണ്ട്. ചേട്ടാ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയോ അതിനുശേഷം? ഇല്ല, ഒരു നന്ദാവനം എയർ ക്യാമ്പിലാണ് ഈ 19 പേരുള്ളത്. അവരെ റിലീസ് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരതിൻ്റെ വർക്കിലാണ്. ഉടനെ പിന്നെ പുറത്തിറക്കി തരും എന്നാണ്. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച എപ്പോഴാണ്? അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ്? മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയെക്കുറിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. തത്വത്തിൽ മുഖ്യമന്ത്രി ഞങ്ങളെ കാണാം എന്നുള്ള ഒരു ഉറപ്പ് പോലീസ് അധികാരികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു ഞങ്ങൾ നേരിട്ട് പറഞ്ഞു. കൂടാതെ മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറ്റ് എയർലെസ് ഒരു പിന്നെ കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം തരാമെന്നാണ് പറഞ്ഞത്. രാപ്പകൽ സമരത്തിൽ യാതൊരു മാറ്റവുമില്ല. അത് പൂർവാധികം ശക്തിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. അടുത്ത സമരഘട്ടം എന്താണെന്നുള്ളത് ഞങ്ങൾ ഉടനെ തന്നെ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. അഷ്മി, ഇതാണ് എന്തായാലും 256 ദിവസം പിന്നിടുന്ന ഈ രാപ്പകൽ സമരം ശക്തമായി തുടരും. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം അനുകൂലമായ ഒരു സമീപനം ഉണ്ടായില്ല എങ്കിൽ അടുത്ത ഘട്ട സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.